നമസ്കാരം. ചൈനയിലേക്ക് 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ ബെയ്ജിംഗ് നഗരം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ സുരക്ഷാ വലയത്തിലാണ്. ഇതിനകം 3 വധശ്രമങ്ങളെ അതിജീവിച്ച ട്രംപിന് നേരെ വിദേശ ഭീകര സംഘടനകളുടെ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് US രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസ് ഈ വൻ സന്നാഹമൊരുക്കുന്നത്. ചൈനയിൽ ട്രംപ് യാത്ര ചെയ്യുന്നത് ദി ബീസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന $1.5 ദശലക്ഷം വിലമതിക്കുന്ന അത്യാധുനിക കാഡിലാക് ലിമോസിൻ കാറിലാണ്. 8 ഇഞ്ച് കനമുള്ള ആർമർ പ്ലേറ്റുകൾ, കണ്ണീർവാതക പീരങ്കികൾ, നൈറ്റ് വിഷൻ സൗകര്യം, സായുധ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഓക്സിജൻ സംവിധാനം എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ട്രംപിന്റെ രക്തഗ്രൂപ്പിലുള്ള രക്തം വരെ ഈ കാറിൽ കരുതിയിട്ടുണ്ടാകും. പ്രസിഡന്റിനൊപ്പം വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ, ക്യാബിനറ്റ് അംഗങ്ങൾ, സൈനികർ, മാധ്യമപ്രവർത്തകർ എന്നിവരടക്കം ഏകദേശം 900 പേരടങ്ങുന്ന വൻ സംഘമാണ് ചൈനയിലെത്തുന്നത്. ഇവരുടെ യാത്രയ്ക്കായി US വ്യോമസേനയുടെ പടുകൂറ്റൻ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദ ബീസ്റ്റ് ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹത്തെ ബെയ്ജിംഗിലെത്തിക്കാൻ ചുരുങ്ങിയത് 2 C-17 വിമാനങ്ങളെങ്കിലും വേണ്ടിവരുമെന്നാണ് സൂചന. അടുത്തിടെ വാഷിംഗ്ടണിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ ഉണ്ടായ വെടിവെപ്പും ട്രംപിന് നേരെയുള്ള തുടർച്ചയായ ഭീഷണികളും സീക്രട്ട് സർവീസിനെ കടുത്ത ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള നിലവിലെ യുദ്ധ സാഹചര്യവും ചൈനയ്ക്ക് ഇറാനുമായുള്ള അടുത്ത ബന്ധവും സുരക്ഷാ വെല്ലുവിളിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. വിദേശ മണ്ണിൽ പ്രസിഡന്റിനെ സംരക്ഷിക്കുക എന്നത് ഏറെ ശ്രമകരമാണെന്ന് മുൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അമേരിക്കയുടെ സുരക്ഷയേക്കാൾ സങ്കീർണമാണ് വിദേശ രാജ്യങ്ങളിലെ ക്രമീകരണങ്ങൾ. സെക്യൂർ പാക്കേജ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സുരക്ഷാ വലയത്തിൽ പ്രസിഡന്റിന്റെ ലിമോസിനുകൾക്ക് പുറമെ സായുധ വാഹനങ്ങളുടെ ഒരു വൻ നിര തന്നെ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ഈ വാഹന വ്യൂഹത്തിൽ 60ഓളം കാറുകൾ വരെ ഉൾപ്പെടാറുണ്ടെന്ന് മുൻ സീക്രട്ട് സർവീസ് ഏജന്റ് ജെഫ്രി ജെയിംസ് പറയുന്നു. എങ്കിലും ചൈനയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളെക്കാൾ എളുപ്പമാണെന്നാണ് മുൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. ചൈനീസ് ഭരണകൂടത്തിന് ജനങ്ങൾക്ക് മേലുള്ള കർശന നിയന്ത്രണം ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വഴികളിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ചൈനീസ് അധികൃതർക്ക് സാധിക്കുമെന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലിയും ലഘൂകരിക്കുന്നു. പ്രസിഡന്റിന് കാവലൊരുക്കുന്ന സ്നൈപ്പർമാരുടെ കാര്യത്തിലും US പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്പോട്ടർമാരായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. തോക്കുകളുടെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കൻ സ്നൈപ്പർമാരുടെ കൈകളിൽ തന്നെയായിരിക്കും. പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ചൈനീസ് ഉദ്യോഗസ്ഥർ സംശയാസ്പദമായ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സുരക്ഷയ്ക്ക് പുറമെ സന്ദർശനത്തിന്റെ ഓരോ നിമിഷവും കൃത്യമായി ആസൂത്രണം ചെയ്യാനായി മാസങ്ങൾക്ക് മുൻപേ വൈറ്റ് ഹൌസ് സംഘം ബെയ്ജിംഗിൽ എത്താറുണ്ട്. ഓരോ യോഗത്തിലും ട്രംപ് ഇരിക്കേണ്ട സ്ഥലം, ക്യാമറ ആംഗിളുകൾ, പശ്ചാത്തലത്തിൽ വരേണ്ട അമേരിക്കൻ പതാകയുടെ സ്ഥാനം എന്നിങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ഇവർ മുൻകൂട്ടി നിശ്ചയിക്കും. ഇറാൻ സംഘർഷത്തെ തുടർന്ന് 6 ആഴ്ചയോളം വൈകിയാണ് ഈ സന്ദർശനം നടക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം പ്രാദേശിക സംഘർഷങ്ങൾ പ്രസിഡന്റിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നു. ഏതു തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള സുരക്ഷാ സംവിധാനമാണ് പ്രസിഡന്റിന് ചുറ്റും എപ്പോഴും ഉള്ളതെന്ന് മുൻ ഏജന്റ് ക്രിസ്ത്യൻ ബോൾഫും വ്യക്തമാക്കി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ച ആഗോള രാഷ്ട്രീയത്തിൽ എന്തായാലും നിർണായകമാണ്. മെയ് 14 മുതൽ 15 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം സാംസ്കാരിക പരിപാടികളിലും ട്രംപ് പങ്കെടുക്കും.